ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു രോഗാവസ്ഥയാണ് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ADHDയും ഒരു ബ്രെയിൻ ഡിഫക്റ്റോ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ അല്ല. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് ഓൾമോസ്റ്റ് 40% ഓഫ് ADHDയും SDB മൂലമാണ്. SDB എന്നത് സ്ലീപ്പ് ഡിസോർഡർ ബ്രീത്തിങ് മൂലമാണെന്നുള്ളതാണ്. ഇനി ഇത് ട്രൂ ADHD ആണോ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡർ ബ്രീത്തിങ് മൂലമുള്ള ADHD ആണോ എന്ന് ഇങ്ങനെ ADHD സിംറ്റംസ് ഉള്ള കുട്ടികളുടെ പേരൻസിന് തന്നെ അവരുടെ ഉറക്കം ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ സ്ലീപ്പ് ഡിസോർഡർ ബ്രീത്തിങ് മൂലമുള്ള ADHD കുട്ടിയുടെ ഉറക്കത്തിൽ പലപ്പോഴും വാ തുറന്ന് വായിക്കോടെ ആയിരിക്കും ബ്രീത്ത് ചെയ്യുന്നത്. അതുപോലെ ഉറക്കത്തിൽ പലപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതായിട്ട് കാണാം. അതുപോലെ സ്നോറിങ്, ഉറക്കത്തിൽ കൂർക്കം വലി, ടീത്ത് ഗ്രൈൻഡിങ്, ഉറക്കത്തിൽ പല്ലുകടി. അതുപോലെ അവരുടെ ഉറക്കത്തിൽ പലപ്പോഴും അവർ സ്ട്രെസ്ഫുൾ ബ്രീത്തിങ് ആയിരിക്കും. ഇത് അവരുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ എയർവേ ഓപ്പൺ അപ്പ് ആകുന്നതിനുള്ള ബോഡിയുടെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമാണ്. ഇതുമൂലം ആ കുട്ടികൾക്ക് ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സാധിക്കാതെ വരികയും അത് സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷനും ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറയുന്നതിന് കാരണമാകും. അതിൻ്റെ കൂടെ തന്നെ സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാരണം കൊണ്ട് ആ കുട്ടികൾ പലപ്പോഴും പല ന്യൂറോ ബിഹേവിയർ ചേഞ്ചസിലേക്ക് അത് നയിക്കുകയും ആ കുട്ടികളുടെ ADHD സിംറ്റംസ് മിമിക് ചെയ്യുന്നതായും കാണാം.